നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിലെ ടോപ്പ് സ്കോറർ ആരാണ്? നമ്മൾ യുവേഫ നേഷൻസ് ലീഗിനെ ഒരുമിച്ച് എടുക്കുകയല്ല വേണ്ടത്. അത് ഓരോ ഡിവിഷനുകളായിട്ട് എടുക്കണം. ടോപ്പ് ഡിവിഷൻ അതിലാണ് വമ്പൻ ടീമുകൾ കളിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞ് സെമിയിലേക്ക് പോർച്ചുഗലും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഡിവിഷൻ ഒന്നാക്കിയിട്ട് എടുക്കണം. രണ്ടാമത്തെ ഡിവിഷൻ അത് നമ്മളിപ്പോൾ സെക്കൻഡ് ലീഗ് പോലെയാണ് ഡിവിഷൻ ബി വരുന്നത്. അപ്പോൾ ഓരോ ഡിവിഷനിലും സെപ്പറേറ്റ് നമ്മൾ ടോപ്പ് സ്കോറേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ ഡിവിഷൻ എയിൽ ടോപ്പ് സ്കോറർ മറ്റാരുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 7 കളികളിൽ നിന്ന് 6 ഗോളുകൾ നേടിക്കൊണ്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജർമ്മൻ താരം ക്ലൈൻസ്റ്റ് 4 ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒയർസബാളും അതുപോലെ മുസിയാലയും ഗാക്പോയും 3 വീതം ഗോളുകളും നേടിയിട്ടുണ്ട്. സോ ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലീഗ് എയിൽ. ഇനി ലീഗ് ബിയിൽ 7 ഗോളുകളുമായിട്ട് ഹാലൻഡാണ് ഒന്നാമത്. 6 കളികളിൽ നിന്ന് അദ്ദേഹം 7 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതേസമയം 5 ഗോളുകളുണ്ട് സെസ്കോക്ക്. അദ്ദേഹം 6 കളികളിൽ നിന്ന് 5 ഗോളുകൾ നേടിയിരിക്കുന്നു. പിന്നെ ഗ്രൂപ്പല്ല ലീഗ് സിയിലേക്ക് വരികയാണെങ്കിൽ 9 ഗോളുകളുമായിട്ട് വിക്ടർ ഗോയ്ക്കഡസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. സോ അതുകൊണ്ടാണ് പലരും ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിൽ ടോപ്പ് സ്കോറർ ഗ്യോക്കഡസ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഗ്യോക്കഡസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ടീം കളിക്കുന്നത് ഡിവിഷൻ സിയിലാണ്, സി ലീഗിലാണ്. സോ എ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഏറ്റവും അധികം ഗോൾ അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോററായിട്ട് വിരാജിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.